അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റുള്ള നല്ല രുചികരമായ ഒരു മിഠായിയാണ്. 3 ചേരുവകൾ വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഡെസിക്കേറ്റ് കോക്കനട്ടും ബദാം പരിപ്പും മിൽക്ക് മെയ്ഡും ഉപയോഗിച്ചുള്ള നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ബദാം പരിപ്പ് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലി എടുക്കാനാണ് കേട്ടോ. ആകെ 3 ചേരുവകൾ മാത്രമുള്ളൂ നമുക്ക് ഈ മിഠായിക്ക്. അപ്പോൾ ആ തിളച്ച വെള്ളം നമ്മളിങ്ങനെ ബദാം പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തൊലി അതിൽ നിന്നും തൊലിച്ചെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തൊലി കളയാൻ നമുക്കൊരു ഐഡിയ ആണത്. ഒരു കപ്പളവിൽ ഡെസിക്കേറ്റ് കോക്കനട്ടാണ് ഇത് കേട്ടോ. നമുക്ക് ഏത് കടയിൽ പോയാലും കിട്ടും. സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഒക്കെ പോയാൽ കിട്ടും. ഇത് ഒരു കപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം മിൽക്ക് മെയ്ഡ് ഒരു അരക്കപ്പ് വേണ്ടി വരും. അപ്പോൾ മിൽക്ക് മെയ്ഡ് നമ്മൾ സാധാരണ പായസത്തിലൊക്കെ ഒഴിക്കണം മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലേ. ഇനി കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിലും പറ്റും. അപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു മിഠായിയാണ്. എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ എന്തായാലും അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വളരെ ഹെൽത്തിയായ ഈ മിഠായി ഉണ്ടാക്കാനായിട്ട് ഈ ഡെസിക്കേറ്റ് കോക്കനട്ടും അതിലേക്ക് ഈ മിൽക്ക് മെയ്ഡും മാത്രം മതി. മിൽക്ക് മെയ്ഡിൻ്റെ ഇല്ല എങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കായാലും മതി. അപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി ഒന്നിച്ച് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അധികമായി കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് അപ്പോൾ ഞാൻ ആ വലിയൊരു കപ്പിന് ഡെസിക്കേറ്റ് കോക്കനട്ട് അതുപോലെ മിൽക്ക് മെയ്ഡ് ഈ ചെറിയ കപ്പിന് ഏകദേശം ഒരു കപ്പും ഒഴിച്ചിട്ടുണ്ട്. അരക്കപ്പ് ഞാൻ ഒഴിച്ചിട്ട് പിന്നെ കുറവാ തോന്നിയത് കൊണ്ട് ആ പാക്ക് കൊണ്ട് തന്നെ ഞാൻ കുറേശ്ശെ ഒഴിച്ച് ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് അത് അവിടെ വെച്ച് കൊടുക്കുക. നമ്മൾ ഒന്ന് ഉരുട്ടുമ്പോൾ നമുക്കൊന്നിങ്ങനെ നമ്മൾ സെറ്റായി കിട്ടുമല്ലോ. നല്ലപോലെ സെറ്റായി ഉരുട്ടുമ്പോൾ അങ്ങനെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് സമയം വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബദാം പരിപ്പിലെ തൊലിയെല്ലാം നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചുടുവെള്ളം ഒഴിച്ചത് കൊണ്ട് നമ്മുടെ ബദാം പരിപ്പിലെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് തൊലി ഓരോന്നും ഇങ്ങനെ പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ പോരും. ഒരു 2-3 മിനിറ്റും കൂടി വെച്ചാൽ കൈകൊണ്ട് ഇങ്ങനെ ഉരതി കൊടുത്താൽ തന്നെ അത് പോരും. ഞാൻ ഒരു 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. എന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ കീറിയെടുത്താൽ വളരെ പെട്ടെന്ന് തൊലി എടുക്കാം. അപ്പോൾ ബദാം പരിപ്പിൻ്റെ തൊലി കളയണമെന്ന് വേണ്ടവർ ഇങ്ങനെ നല്ല തിളച്ച വെള്ളം ബദാം പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കുതിർന്ന് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ തൊലിച്ചെടുക്കാൻ കഴിയും. തൊലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം കൂടി വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ ഉരതിയാൽ തന്നെ അത് മൊത്തത്തിൽ അങ്ങോട്ട് അടർന്ന് പോരും. ഞാനിപ്പോൾ 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. 5 മിനിറ്റ് ആയപ്പോൾ തന്നെ അത് എടുത്തത് കൊണ്ട് അത്ര തന്നെ അങ്ങോട്ട് പൊളിഞ്ഞു പോരുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തൊലിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ അടർന്ന് പോരുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് അത് എഴുതി നമ്മുടെ ബദാം പരിപ്പിൻ്റെ രുചിക്കൊന്നും ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എല്ലാ ബദാം പരിപ്പും നമ്മളങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് ആദ്യം തന്നെ തൊലി കളഞ്ഞ് വെക്കും. പിന്നെ നമ്മളത് കയ്യിൽ ഉരുട്ടാൻ ഉരുട്ടൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിൽ തൊലി കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് ആ പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് മതി നമുക്ക് ഈ മിഠായി റെഡിയാക്കി എടുക്കാൻ കേട്ടോ. വളരെ രുചികരമായ നമ്മുടെ മക്കൾക്ക് വളരെ ഹെൽത്തി ആയൊരു മിഠായി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. കാണാൻ അതിലേറെ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഉരുട്ടണമെന്നൊന്നുമില്ല. ഉരുട്ടണമെങ്കിൽ ഉരുട്ടാതെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതിലേക്കൊരു ബദാം പരിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്താൽ നല്ല സെറ്റായി തന്നെ അത് ഉരുണ്ട് കിട്ടും. ഒട്ടും തന്നെ വിള്ളലോ പൊട്ടലോ ഒന്നുമില്ലാതെ നല്ല രുചികരമായ ഒന്ന് കഴിച്ചെന്നുണ്ടാവും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ തേങ്ങ മിഠായിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറുണ്ടല്ലോ, അതിൽ ചോക്ലേറ്റ് ആയിരിക്കും. ഇതിൽ നമ്മൾ ബദാം പരിപ്പാണ്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ പല മിഠായികളും കഴിക്കാറുണ്ടല്ലോ ഇങ്ങനത്തെ തേങ്ങൻ്റെ മിഠായി. നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതിൽ ബദാം പരിപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു മിഠായിയുടെ രുചിയാണിത്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉരുട്ടി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ കോക്കനട്ട് കൊണ്ട് ഒന്ന് കവറിങ് കൂടി കൊടുക്കുന്നുണ്ട്. എൻ്റെ പേരക്കുട്ടി ഇതിന് ഫെറാറ എന്നാണ് പറയൽ കേട്ടോ മിഠായിക്ക്.
ഫെറാറ മിഠായി എന്ന് പറയും. ഇത് ഗൾഫിൽ നിന്ന് ഇതേപോലത്തെ മിഠായി നമുക്കൊരു വെള്ള കവറിലാക്കി കൊണ്ടുവരാറുണ്ട്. അതിന് ഫെറാറാണോ പേരെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ട്. നമ്മൾ ആ മിഠായി ഉണ്ടല്ലോ, പുറത്ത് തേങ്ങയുടെ കോട്ടിംഗ് ഒക്കെ കൊടുത്ത് കഴിക്കണ മിഠായി ഉണ്ടല്ലോ, അതേ രുചി ഇതിന് കിട്ടും. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രക്ക് തന്നെ ടേസ്റ്റ് ഉണ്ട് ഇത്. കൂടുതൽ ഡെസ്കേറ്റ് കോക്കനട്ട് എടുത്താൽ കൂടുതൽ മിഠായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൊത്തത്തിൽ നമ്മൾ എല്ലാതും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഒരു കപ്പ് ഡെസ്കേറ്റ് കോക്കനട്ട് കൊണ്ട് കിട്ടിയത് 10 പീസാണ് കേട്ടോ. 10 പീസാക്കി ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടികൾക്ക് 2-3 ഒറ്റ നേരം കൊണ്ട് തന്നെ കഴിക്കാൻ കഴിയും കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഇനി ഉരുട്ടി വെച്ചതിന് ശേഷം കുറച്ചുകൂടി ബിസ്ക്കറ്റ് കോക്കനട്ട് എടുത്ത് നമ്മളൊരു പാത്രത്തിലെടുത്ത് ജസ്റ്റ് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പിന്നെ സമൂസക്കും കട്ലറ്റിനൊക്കെ കോട്ടിങ് കൊടുക്കുമല്ലോ, അതുപോലെ കോട്ടിങ് ഈ തേങ്ങയുടെ പീലി വെച്ചിട്ട് തന്നെ കോട്ടിങ്ങും കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല രുചിയാണ്. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഹെൽത്തിയായ അടിപൊളി ടേസ്റ്റുള്ള മിഠായി റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വളരെ മോശപ്പെട്ട മിഠായിയൊക്കെ വാങ്ങി കൊടുക്കുന്നതിലേറെ അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ബെറ്ററായി തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. ഡെസിക്കേറ്റ് കോക്കനട്ടും മിൽക്ക് മെയ്ഡും വെച്ച് ബദാമും വെച്ച് ഉണ്ടാക്കിയ ഈ മിഠായി അടിപൊളി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല രുചികരമായ അടിപൊളി ടേസ്റ്റോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. നമുക്ക് ഒന്ന് കഴിച്ചാലൊന്നും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രക്ക് ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കിട്ടിയില്ല എങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടും ഇത് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.